ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. തെളിവെടുപ്പിന് ശേഷം വിയൂർ ജയിലിലേക്ക് മാറ്റും. അനൽക സെയ്ദുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനൽക, എത്ര സമയം വരെ ഈ തെളിവെടുപ്പ് നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്? എപ്പോഴേക്കും വിയൂരിലേക്ക് മാറ്റാനാണ് സാധ്യതകൾ? ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, അല്പനേരം മുമ്പാണ് ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നിട്ട് പോലീസ് സ്റ്റേഷനിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തെളിവെടുപ്പിന് വേണ്ടി ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പ് അവിടെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ബിജെപിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ ഇങ്ങോട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഒരു വാക്തർക്കം, പോലീസുമായി വാക്തർക്കം, അതോടൊപ്പം തന്നെ ബിജെപി പ്രവർത്തകർ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തു. എന്നാൽ പോലീസ് ഇടപെട്ട് ഇവരെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. നിലവിൽ ഇവിടെ ബിജെപിയുടെ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമി എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അതായത് ഗോവിന്ദചാമി ഈ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചു ഇത്തരത്തിൽ ഫെൻസിംഗ് വേലി മറികടന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയ ഇത്തരത്തിൽ ഗോവിന്ദചാമി തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള നടപടിക്രമങ്ങൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് ഈ ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട്. അത് ഔദ്യോഗിക സ്വീകരണം വന്നിട്ടില്ല. ഈ കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ അത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ, അതായത് ഇവിടേക്കാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അല്ലെങ്കിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്കാണോ മാറ്റുന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവിടെ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വൻ 50ഓളം വരുന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഗോവിന്ദചാമിയെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വാനിലാണ് ഗോവിന്ദചാമി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ ഘട്ടത്തിൽ തന്നെ നിലവിൽ ഈ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ ഈ രണ്ട് ഘട്ടമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം നിതിൻ രാജിന്റെയും അതോടൊപ്പം തന്നെ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസിന്റെ അടുത്ത് നിന്ന് പുറത്ത് ഔദ്യോഗികമായിട്ട് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീത, അനൽക, ഈ ചോദ്യം ചെയ്യലിനോടും ഒപ്പം തന്നെ ഈ തെളിവെടുപ്പിനോടും ഒക്കെ എത്തരത്തിലാണ് ഗോവിന്ദചാമിയുടെ പ്രതികരണം? സംഗീത, നിലവിൽ അതായത് ഈ പോലീസ് ചോദ്യം ചെയ്ത സമയത്തൊക്കെ തന്നെ അത്തരത്തിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ജയിൽ ചാട്ടം അത് മുൻപേ അത് ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആഴ്ചകൾക്ക് മുമ്പേ ഇത്തരം ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമി മുതിർന്നതെന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹതടവുകാരൻ, അതായത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സഹതടവുകാരൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാമായിരുന്നതാണ് ഈ സഹതടവുകാരൻ നൽകിയ മൊഴി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന് ലഭിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിവരം എന്ന് പറയുന്നത്, അതായത് ഈ ജയിലിൽ ഈ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് ഈ ഗോവിന്ദചാമിക്ക് എങ്ങനെ കിട്ടി, അതോടൊപ്പം തന്നെ പുറത്ത് നിന്ന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടത്. അത് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ തയ്യാറെടുപ്പ്, വലിയ രീതിയിൽ ആസൂത്രണം ഗോവിന്ദചാമി ഈ ജയിൽ ചാടാൻ വേണ്ടി അത്തരത്തിലൊരു തയ്യാറെടുപ്പ് ഗോവിന്ദചാമി തയ്യാറെടുപ്പ് നടത്തിയതെന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഗോവിന്ദചാമിയെ നാളെയാണ് ജയിൽ മാറ്റുക വിയൂർ സെൻട്രൽ ജയിലിലായിരിക്കും ഗോവിന്ദചാമി മാറ്റുക എന്ന പുതിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഈ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയ ശേഷം നാളെ വിയൂർ ജയിലിലേക്ക് മാറ്റുമെന്ന ഒരു പുതിയ വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. സംഗീത, തീർച്ചയായും അതിനു മുമ്പായി തന്നെ ഇപ്പോൾ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, പ്രൊസീജിയറുകളൊക്കെ നടക്കേണ്ടതുണ്ടാകുമല്ലോ. എപ്പോഴേക്കും തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്? ഈ ഘട്ടത്തിലൊക്കെ വളരെ പോസിറ്റീവായി തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ അത് ഈ ഗോവിന്ദസ്വാമിയിൽ നിന്നും ഉണ്ടാകുന്നൊരു റെസ്പോൺസ്? അതിൽ ഇനി എത്ര സമയം കൂടി അവിടെ സെൻട്രൽ ജയിലിനുള്ളിൽ തുടരുമെന്നൊക്കെ ഉള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്?
സംഗീത ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 4:00 കൂടിയിട്ട് തന്നെ ഇവിടെയുള്ള തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 4:00-ക്കുള്ളിൽ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഗോവിന്ദസ്വാമിയെ കോടതിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഗീത, ഗോവിന്ദസ്വാമിയെ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അതായത് ഏകദേശം അരമണിക്കൂറിലധികം നീണ്ട തെളിവെടുപ്പിന് ശേഷം ഗോവിന്ദസ്വാമിയെ കോടതി നടപടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള അത്തരത്തിലുള്ള തയ്യാറെടുപ്പിലേക്ക് പോലീസ് കടക്കുകയാണ്. വലിയ പോലീസ് സംവിധാനത്തോട് കൂടിയിട്ടാണ് 50ഓളം വരുന്ന പോലീസ് അല്ലെങ്കിൽ പോലീസുകാരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ടാണ് ഗോവിന്ദസ്വാമിയെ ഈ കോടതിയിൽ ഹാജരാക്കാനുള്ള അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഏകദേശം അരമണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം ഗോവിന്ദസ്വാമിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദസ്വാമിയെ നിലവിൽ തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ പോലീസിന്റെ 2 ഘട്ടമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ തന്നെ പോലീസിന് നിർദ്ദിഷ്ടമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ തെളിവെടുപ്പിന് വേണ്ടി അതായത് ഇപ്പോൾ ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ടുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വലിയ പോലീസ് സന്നാഹത്തോട് കൂടിയിട്ടാണ് ഗോവിന്ദസ്വാമിയെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അതായത് തുണികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗോവിന്ദസ്വാമി ഇത്തരത്തിൽ ഈ ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ ജയിൽ ചാട്ട ശ്രമം നടത്തിയത്. ആ ഭാഗത്തേക്കാണ് ഗോവിന്ദസ്വാമിയെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വലിയ പോലീസ് സന്നാഹത്തോട് കൂടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ 50ലധികം പോലീസുകാരുടെ സാന്നിധ്യത്തോടും കൂടിയാണ് ഇത്തരത്തിൽ ഗോവിന്ദസ്വാമിയെ അങ്ങോട്ടേക്ക് വീണ്ടും തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ഇവിടെയുള്ള തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദസ്വാമിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വീണ്ടും തിരിച്ച് ഈ ഒരു രാത്രി ഗോവിന്ദസ്വാമിയെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ച ശേഷം നാളെ അതിസുരക്ഷാ ജയിലായിട്ടുള്ള വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. സംഗീത.